നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1049th day. Today 57th sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1049 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 57ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 57ാമത്തെ ശ്ലോകം. ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുപത്നി സഹോടജേ ബഹിസ്ഥിതാ പതിം സാധ്വി തമഗ്നിമനുവേക്ഷ്യതി. ഓം തത്സത്. ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുപത്നി സഹോടജേ ബഹിസ്ഥിതാ പതിം സ്വാധി തമഗ്നിമനുവേക്ഷ്യതി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ദഹ്യമാനേ അഗ്നിഭി ദേഹേ പത്യു പത്നി സഹ ഉടജേ എന്നുള്ളത് സഹോടജേ ബഹിസ്ഥിത പതിം സ്വാദ്വി തമഗ്നി തം അഗ്നി അതാണ് തമഗ്നി തം അഗ്നി അനുവേക്ഷ്യതി. അതായത് അനു എന്ന് പറഞ്ഞാൽ അനുസരിച്ച്. പദങ്ങളുടെ അർത്ഥം സഹോടജേ പർണശാലയോട് കൂടെ, സഹ കൂടെ എന്നാണ്. സഹോടജേ പത്യു പതിയുടെ, ദേഹേ ശരീരം, അഗ്നിഭി അഗ്നികളാൽ, ദഹ്യമാനെ ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ബഹിസ്ഥിത പുറത്തു നിൽക്കുന്നവളും, സ്വാധി പതിവ്രതയുമായ, പത്നി ഭാര്യ, പതിം അനു തമഗ്നിമനുവേക്ഷ്യതി എന്നുള്ളതിലുള്ള അനു, പതിം അനു ഭർത്താവിനെ അനുസരിച്ച്, തം അഗ്നി ആ അഗ്നിയെ വേക്ഷ്യതി പ്രവേശിക്കും. അതായത് നടക്കാൻ പോകുന്ന കാര്യം, അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന കാര്യം നാരദർ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ പർണശാലയിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ ധൃതരാഷ്ട്രർ അഗ്നിയിൽ സ്വന്തം ശരീരം ഭസ്മീകരിക്കും. അതേപോലെ ആ പർണശാലയോടുകൂടി ദഹിക്കുന്ന അഗ്നിയിൽ പുറത്തു നിൽക്കുന്നതായിട്ടുള്ള ആ പതിവ്രതയായിട്ടുള്ള ആ ദേവി, ഗാന്ധാരി ദേവി ധർമ്മത്തെ അനുസരിച്ച്, പതിവ്രത ധർമ്മത്തെ അനുസരിച്ച് ഭർത്താവിനോട് കൂടെ ആ അഗ്നിയിൽ പ്രവേശിക്കും. പുറത്താണ് ഗാന്ധാരി ദേവി ഉള്ളത്. അങ്ങനെയുള്ള ഗാന്ധാരി ദേവി ധൃതരാഷ്ട്രർ പർണശാലയോടുകൂടി എരിയുന്നത് കണ്ടിട്ട് ആ അഗ്നിയിലേക്ക് പ്രവേശിച്ച് താനും ഭസ്മീകരിക്കും, തന്നെയും ഭസ്മമാക്കും എന്ന് പറയുകയാണ്. ധർമ്മപുത്രർക്ക് അത് സഹിക്കാൻ പറ്റില്ല. എങ്കിലും മുന്നേ കുറേ ശ്ലോകങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പക്വപ്പെടുത്തിയിട്ട് നടക്കാൻ പോകുന്ന കാര്യം പറയുകയാണ്. അങ്ങനെ നടക്കാൻ പോകുന്ന ഈ കാര്യത്തിന് ധർമ്മപുത്രർ തടസ്സം നിൽക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുപത്നി സഹോടജേ ബഹിസ്ഥിതാ പതിം സ്വാധി തമഗ്നിമനുവേക്ഷ്യതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.